അങ്ങനെ നമ്മുടെ മനു അലീനെ വിളിക്കട്ടെ, എന്നിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഇപ്പോൾ എറണാകുളത്താണോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് അലീന പറഞ്ഞ അതേ, മനുവേട്ടനെ എങ്ങനെ മനസ്സിലായി? അച്ഛൻ കടപ്പാട്ടൂർ വന്നിരുന്നു, അപ്പം നിങ്ങളവിടെ ആരും കാണാത്തതുകൊണ്ട് അച്ഛൻ അങ്കിളിനെ വിളിച്ച് ചോദിച്ചപ്പോൾ അങ്കിള് പറഞ്ഞതാന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഫോൺ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ വൈജ പെട്ടെന്ന് കയറി വരുന്നത് മനുവിൻ്റെ റൂമിലേക്ക്. മനു ആണെങ്കിൽ ഫോൺ കട്ട് ചെയ്യുന്നില്ല. ആ സമയത്ത് നമ്മുടെ വൈജ മനുവിനോട് പറയുന്നുണ്ട്, നീ അല്ലടാ അലീനയ്ക്ക് ഫുള്ള് സപ്പോർട്ടായിരുന്നത്, നിന്നോട് അവൾ പറഞ്ഞു എറണാകുളത്തേക്ക് പോണ കാര്യം? ഇല്ലല്ലോ, അവൾ നിന്നോട് പറഞ്ഞിട്ടല്ലേ പോകണ്ട, നീ ഒരു പുരുഷനാണെന്നൊക്കെ ചോദിച്ചിട്ട് മനുവിനെ ഒരുപാട് കളിയാക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ അലീന അപ്പുറത്തിരുന്ന് കേൾക്കുന്നുണ്ട്. അലീനയ്ക്കാണെങ്കിൽ ഒരുപാട് വിഷമമാവുന്നുണ്ട് മനുവിനിങ്ങനെ ചീത്ത കൊള്ളണമെന്ന് കേട്ടിട്ട്. എന്തായാലും വൈജതൊക്കെ പറഞ്ഞിട്ട് പുറത്തേക്ക് പോകേണ്ട. ആ സമയത്ത് നമ്മുടെ അലീന പറയുന്നുണ്ട്, മനുവേട്ടന് ഒരുപാട് ചീത്ത കേട്ടില്ല, അത് പോട്ടെ, നിനക്ക് എന്നോടൊന്ന് പറഞ്ഞിട്ട് പോകായിരുന്നു എറണാകുളത്തേക്ക് എന്ന് പറയുന്നുണ്ട് നമ്മുടെ മനു. ആ സമയത്ത് നമ്മുടെ അലീന പറയുന്നത്, ഞാൻ ഇത്ര തന്നെ വലിയ പ്രശ്നമാവുമെന്ന് വിചാരിച്ചില്ല മനുവേട്ടാന്ന് പറയുന്നുണ്ട്. എന്തായാലും അത് പോട്ടെ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ കാണിക്കണം നമ്മളെ ഗ്രേസ്യമ്മ രേവതി കുട്ടിയോട് ചോദിക്കുന്നുണ്ട്, എന്നാൽ എറണാകുളത്ത് പോയിട്ട് എനിക്ക് നീ നമ്മളെ കുട്ടറെ ഫോട്ടോ കാണിച്ചില്ലല്ലോ, ചിന്നക്കുട്ടറെ ഫോട്ടോ കാണിച്ചില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്താ കാണിച്ചു തരാം ആൻറ്റി പറഞ്ഞു. ചിന്നക്കുട്ടറെ ഫോട്ടോ കാണുമ്പോൾ നമ്മളെ ഗ്രേസ്യമ്മയ്ക്ക് വലിയ സന്തോഷമുണ്ട്. വലിയ കുട്ടിയായല്ലോ, നല്ല സുന്ദരി കുട്ടിയായി, എനിക്ക് മാമച്ചനെ അവളെ കാണാൻ കൊതിയായിട്ട് വയ്യാന്നൊക്കെ പറയുന്നുണ്ട്. നമുക്കൊരു ദിവസം പോവാം ആൻറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് അപ്പുറത്ത് നമ്മുടെ രഞ്ജു നമ്മുടെ വൈജോട് പറയുന്നുണ്ട്, ബാലചന്ദ്രൻ അങ്കിളുടെ മകളല്ല അലീന, അതൊക്കെ പറഞ്ഞ് അവർ വെറുതെ പറഞ്ഞ് നമ്മളെ വിശ്വസിപ്പിച്ചിരുന്നിരുന്നതാന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ വൈജ ഞെട്ടുന്നുണ്ട്. അല്ലേ അവൾ ബാലചന്ദ്രൻ്റെ മകളല്ലേ ചോദിക്കുമ്പോൾ അല്ല എന്ന് പറയുന്നുണ്ട്. എന്തായാലും നമ്മളെ വൈജയ്ക്ക് ദേഷ്യം വന്നിട്ട് വേഗം നമ്മുടെ ശിവനോടും മനുവിനോടും ചോദിക്കുന്നുണ്ട്, ബാലചന്ദ്രൻ്റെ മകളല്ല അലീനെങ്കിൽ പിന്നെ എന്തിനാ ബാലചന്ദ്രൻ അവളെ കടപ്പാട്ടൂർ കേട്ട് താമസിപ്പിച്ചതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തായാലും എല്ലാവരും ഉണ്ടാതിരിക്കുന്നുണ്ട്, എന്താ വൈജോട് പറയാമെന്നറിയാതെ. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കേണ്ടത്. ഇതുപോലെ പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.